തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും ഭൂചലനമുണ്ടായി. കുന്നംകുളം, എരുമപ്പെട്ടി, വേലൂർ, വടക്കാഞ്ചേരി മേഖലകളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. പുലർച്ചെ 3:55-നായിരുന്നു ഭൂചലനമുണ്ടായത്. ഇന്നലെ രാവിലെയും ജില്ലയിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. അതേസമയം പാലക്കാടും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് കിരൺ ചേരുന്നുണ്ട്. കിരൺ, തുടർച്ചയായി രണ്ടാം ദിവസവും ഭൂചലനം അനുഭവപ്പെട്ട സാഹചര്യം അത് പുലർച്ചെയായിരുന്നു എന്നുള്ളതാണ്. ആളുകൾ ഉറക്കത്തിലാണ്ട് കിടന്ന സമയമായിരുന്നു. എന്തായാലും വലിയ മുഴക്കമൊക്കെ കേട്ട ആളുകൾ പരിഭ്രാന്തരായി എന്നറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ആളപായമോ അല്ലെങ്കിൽ വസ്തുവകകളുടെ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ജിയോളജി വകുപ്പ് ഉൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങൾ വിശദമാക്കുന്നു? ലക്ഷ്മി, ഇന്ന് പുലർച്ചെ 3:55 കൂടിയാണ് തൃശ്ശൂരിലെ വിവിധ ഭാഗങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. കുന്നംകുളം, ഒപ്പം തന്നെ വടക്കാഞ്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇന്ന് ഭൂചലനം ഉണ്ടായത്. ഇന്നലെയും സമാനമായ രീതിയിൽ ഇവിടെ ഭൂചലനം ഉണ്ടായിരുന്നു. ഇന്നലെയും രാവിലെ 8:30 ഈ പ്രദേശങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. ഇന്നത്തെ ഭൂചലനത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളോ മറ്റ് സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഏകദേശം 4 സെക്കൻഡോളം നീണ്ടുനിന്ന ഭൂചലനമാണ് ഇവിടെ ഉണ്ടായത്. വലിയ ശബ്ദത്തോടു കൂടിയുള്ള പ്രകമ്പനം കേട്ടിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. എന്നാൽ മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇന്നലെ സമാനമായ രീതിയിൽ ഇവിടെ ഭൂചലനം ഉണ്ടായതിനെ തുടർന്ന് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധന നടത്തിയിരുന്നു. ഈ വീണ്ടും ഭൂചലനം ആവർത്തിച്ച ഒരു സാഹചര്യത്തിൽ ഇന്നും പരിശോധന ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ലക്ഷ്മി, അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, പാലക്കാടും നേരിയ ഭൂചലനം അനുഭവപ്പെട്ട സാഹചര്യം, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, പാലക്കാട് ഈ ഭൂചലനത്തിൽ ബന്ധപ്പെട്ട അധികൃതർ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന പ്രദേശത്ത് നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഈ തിരുമിറ്റക്കോട് എന്ന ഭാഗത്ത് മാത്രമായിരുന്നു ഭൂചലനം അനുഭവപ്പെട്ടത്. എങ്കിൽ ഇന്ന് പുലർച്ചെ തൃത്താല, തിരുമിറ്റക്കോട്, ആനക്കര ഭാഗങ്ങളിലാണ് ഭൂചലനം ഉണ്ടായത്. പുലർച്ചെ 3:55 തൃശ്ശൂരിൽ ഉണ്ടായ അതേ സമയത്ത് തന്നെയാണ് പാലക്കാടും ഭൂചലനം ഉണ്ടായത്. ആളുകൾ ഉറക്കത്തിലായതുകൊണ്ട് തന്നെ പലരും ഇത് അറിഞ്ഞിരുന്നില്ല. പക്ഷെ ആ ഒരു ശബ്ദം കേട്ടതായി ചില നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും മറ്റ് നാശനഷ്ടങ്ങളോ മറ്റോ ഒന്നും ഉണ്ടായിട്ടില്ല. ഭാരതപ്പുഴയോട് ചേർന്നിട്ടുള്ള മേഖലയിലാണ് പാലക്കാട് ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് ഏതായാലും ഈ ഭൂചലനം ആദ്യമായി അല്ല എന്നുള്ളതാണ്. ഇതിനു മുൻപ് 2021 ഓഗസ്റ്റിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. അന്ന് പാലക്കുഴി, കണിച്ചിപ്പരുത, പന്തലമ്പാടം തുടങ്ങിയ 20 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഭൂമികുലുക്കം ഉണ്ടായത്. കിഴക്കഞ്ചേരിയോട് ചേർന്ന് കിടക്കുന്ന പീച്ചി വനത്തിലായിരുന്നു ഭൂമികുലുക്കത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് അന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അന്ന് ഈ പീച്ചിയിലെ വന ഗവേഷണ കേന്ദ്രത്തിലെ ഭൂമാപ്പിൽ 3.3 തീവ്രതയായിരുന്നു അന്ന് രേഖപ്പെടുത്തിയിരുന്നത്. ഇന്നിപ്പോൾ ഈ ഭാഗത്ത് പാലക്കാടും തൃശ്ശൂരിലുമായിട്ടുണ്ടായിരിക്കുന്ന ഭൂചലനത്തിലാണെങ്കിൽ 3 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് 2010-ലും അതുപോലെ തന്നെ 2019-ലും വിവിധ ഇടങ്ങളിൽ പാലക്കാട് ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. തുടർച്ചയായി ഇങ്ങനെ ഓരോ വർഷങ്ങൾ ഇടവിട്ട് ഭൂചലനം ഉണ്ടാകുമ്പോൾ അത് ആളുകളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികൃതർ കൂടുതൽ അന്വേഷണം നടത്തി അതിലെ വിശദീകരണങ്ങൾ നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നിലവിലേതായാലും മുൻപുണ്ടായ ഭൂചലനങ്ങളിലൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. വീടുകൾ വിണ്ടുകയറുകയും ഭൂമി വിണ്ടുകയറുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത്തവണ ഏതായാലും അത്തരം സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ തുടർച്ചയായി ഇപ്പോൾ രണ്ടാം ദിവസമാണ്. ഇന്നലെ രാവിലെ ഒരു 8:15 ഭൂചലനം ഉണ്ടായതെങ്കിൽ ഇന്നിപ്പോൾ പുലർച്ചെയാണ് ഭൂചലനം ഉണ്ടായത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്.